ഹലോ, രാവിലെ എണീറ്റ് ആദ്യം കട്ടൻ കാപ്പിയാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും ജാമും അതിൻ്റെ കൂട്ടത്തിലൊരു ബ്രൂ കോഫിയും കൂടെ കുടിച്ചു. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വരുമ്പം കുറേ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ബ്രെഡിനകത്ത് ചീസൊക്കെ വെച്ച് അതിലിട്ടിട്ടുകൊണ്ട് പോയി. ഹോസ്പിറ്റലിൽ ഇരുന്ന് ഞങ്ങളത് കഴിച്ചു. പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് 3 മണിയായി. അപ്പം ഞാൻ ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളതെടുത്ത് കളഞ്ഞു. പിന്നെ ഫുഡായിട്ട് ഞങ്ങൾ ആദ്യം കുടിച്ചത് സൂപ്പാണ്. ഇവിടെ ലഞ്ചിന് മുന്നേ ഇവർക്ക് സൂപ്പ് ഭയങ്കര നിർബന്ധമാണ്. അപ്പം എന്നും ഇവിടെ സൂപ്പ് കാണും. അപ്പോൾ ഇതൊരു ചിക്കൻ്റെ സൂപ്പാണ്, അതാദ്യം കുടിച്ചു. പിന്നെ ഈ റൈസും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഈ നൂഡിൽസും അതെല്ലാം കൂടെ കഴിച്ചു. പിന്നെ ഒരു 5 മണി ആയപ്പോഴത്തേക്കും കടുങ്ങാപ്പിയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ഒരു 3 പീസ് ഡാർക്ക് ചോക്ലേറ്റും കൂടി എടുത്തിട്ട് അതങ്ങ് കുടിച്ചു. അത് കഴിഞ്ഞൊരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ടത്തെ അത്താഴത്തിനായിട്ട് ഇമ്മയ്ക്ക് മുട്ടയ്ക്കകത്ത് ഇങ്ങനെ പാലൊഴിച്ച് അതിങ്ങനെ ഫ്രൈ ആക്കിയാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത്. ഉപ്പും കുരുമുളകും ഒന്നും വേണ്ട. അപ്പോൾ അതാദ്യം നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം എനിക്ക് ഉള്ളിയൊക്കെ ഇട്ട് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ഓംലേറ്റ് ഞാൻ ഉണ്ടാക്കി. പിന്നെ എൻ്റെ ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് അവക്കോട ഇങ്ങനെ ഉണ്ടാക്കി. അവക്കോടക്കകത്ത് കുറച്ച് നാരങ്ങാനീരും കുറച്ച് ഉപ്പുമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനിരുന്നു. ഡിന്നറിൽ നിന്ന് ഞാൻ കഴിച്ചത് ബ്രെഡും അവക്കോട ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതും അതിൻ്റെ നടുക്കൊരു ഓംലേറ്റൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ ഒരു കടിഞ്ചായയും കുടിച്ചായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വാട്ട ഈറ്റിനിടെ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.